2014 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് തിരുവനന്തപുരത്ത് ബ്ലേഡ് മാഫിയയുടെ ഭീഷണിയെ തുടർന്ന് ഒരു കുടുംബത്തിലെ 5 പേർ ആത്മഹത്യ ചെയ്തത്. അന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തലസ്ഥാനത്തെ ആ കൂട്ട ആത്മഹത്യ വൻ കോളിളക്കമുണ്ടാക്കി. അതോടെയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ബ്ലേഡ് മാഫിയകളെയും അമിത പലിശയ്ക്ക് കടം കൊടുക്കുന്നവരെയും നിയന്ത്രിക്കാൻ ഓപ്പറേഷൻ കുബേരയ്ക്ക് രൂപം നൽകിയത്. 2014 ഏപ്രിൽ 11 ഓപ്പറേഷൻ കുബേരയുടെ തുടക്കം. സാധാരണക്കാരെ സംബന്ധിക്കുന്ന വലിയൊരു വിഷയത്തിന് രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തരമന്ത്രി കണ്ടെത്തിയ ഫലപ്രദമായ ഒരു നടപടിയായിരുന്നു ഓപ്പറേഷൻ കുബേര. അന്നത്തെ സംസ്ഥാന പോലീസ് മേധാവിയായിരുന്ന TP സെൻകുമാറിൻ്റെ നേതൃത്വത്തിൽ നിരവധി കൊള്ളപ്പലിശക്കാരെ പിടികൂടി. ചെറുകിടക്കാരെ മാത്രമല്ല, മുത്തൂറ്റ് ഫിൻകോർപ്പിലും സുന്ദരം ഫിനാൻസിലും ഇൻഡസ് ഫിനാൻസിലും ശ്രീറാം ഫിനാൻസിലും ഗോകുലം ഫിനാൻസിലും അടക്കം പരിശോധനകൾ നടത്തി. കൊള്ളപ്പലിശക്കാർക്കെതിരായ നടപടികളിൽ ഒരു രാഷ്ട്രീയ സ്വാധീനവും അനുവദിക്കില്ല എന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ ഉറച്ച നിലപാട്. എന്നാൽ ഈ അവസരം ചിലർ മുതലെടുത്തു. വ്യക്തിവൈരാഗ്യമുള്ള പലർക്കെതിരെയും പരാതികൾ കൊടുത്തു. എന്നാൽ വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിൽ ലഭിക്കുന്ന പരാതികളിൽ വിശദമായ അന്വേഷണം നടത്തി മാത്രമേ നടപടികൾ ഉണ്ടാകൂ എന്നും ചെന്നിത്തല നിലപാടെടുത്തു. ഓപ്പറേഷൻ കുബേരയുമായി മുന്നോട്ട് പോയാൽ അധികകാലം മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന ബ്ലേഡ് മാഫിയകൾ അദ്ദേഹത്തിന് ഭീഷണിക്കത്തയച്ചു. പക്ഷേ ഇതുകൊണ്ടൊന്നും ചെന്നിത്തല കുലുങ്ങിയില്ല. ഓപ്പറേഷൻ കുബേരയുടെ പേരിൽ പോലീസും സർക്കാരും പീഡിപ്പിക്കുന്നു എന്നാരോപിച്ച ചില പണമിടപാട് സ്ഥാപനങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചു. എന്നാൽ ഈ പരിശോധന തടയാൻ കഴിയില്ല എന്നും പരിശോധനകൾ തുടരാമെന്നുമായിരുന്നു ഹൈക്കോടതിയുടെ നിലപാട്. എന്നു മാത്രമല്ല, പണമിടപാടുകാരുടെ സ്വാധീനമുള്ളതുകൊണ്ട് പോലീസിന് വേണ്ട വിധത്തിൽ പരിശോധന നടത്താൻ കഴിയുന്നില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ബ്ലേഡ് മാഫിയയ്ക്കെതിരായ നടപടികളിൽ വീഴ്ച വരുത്തുന്ന പോലീസുകാർ സർവീസിലുണ്ടാകില്ലെന്നും ചെന്നിത്തല മുന്നറിയിപ്പ് നൽകി. ഓപ്പറേഷൻ കുബേര മുഖേന എത്ര കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ള റോഷി അഗസ്റ്റിൻ്റെയും MV ശ്രേയാംസ് കുമാറിൻ്റെയും ഡോക്ടർ N ജയരാജിൻ്റെയും നിയമസഭയിലെ ചോദ്യത്തിന് 3548 കേസുകൾ അതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ ഉത്തരം. അതായത് പദ്ധതി നിലവിൽ വന്ന മാസങ്ങൾക്കകം തന്നെ 3548 കേസുകൾ രജിസ്റ്റർ ചെയ്തു എന്ന. ഓപ്പറേഷൻ കുബേര നിലവിൽ വന്നതോടെ നിരവധി പേരാണ് ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെട്ടത്. പക്ഷേ 2016 ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലെത്തിയതോടെ ഓപ്പറേഷൻ കുബേര നിർജീവമായി. 2020 ബ്ലേഡ് മാഫിയക്കാരെ ഭയന്ന ഒരു റിട്ടയേർഡ് SP കണ്ണൂരിൽ നിന്ന് നാടുവിട്ട സംഭവവും ഉണ്ടായി. ഇദ്ദേഹത്തെ പിന്നീട് കൊച്ചിയിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു. പിണറായി സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് നിരവധി പേർ ജീവനൊടുക്കി. ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലെത്തിയതോടെ കൊള്ളപ്പലിശക്കാർ വീണ്ടും സജീവമായി. അതോടെ 2017 ഡിസംബറിൽ പോലീസ് വ്യാപകമായ റെയ്ഡ് നടത്തി. എറണാകുളം റേഞ്ച് IG-യുടെ നേതൃത്വത്തിൽ 4 ജില്ലകളിൽ പോലീസ് റെയ്ഡ് നടത്തി. 360 ഇടങ്ങളിലായി നടത്തിയ റെയ്ഡിൽ 42 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 26 പേരെ അറസ്റ്റ് ചെയ്തു. 10 ലക്ഷം രൂപയും 30 പവനോളം സ്വർണവും തുക എഴുതാത്ത 278 ചെക്കുകളും പിടിച്ചെടുത്തു. പിന്നീട് വല്ലപ്പോഴും പേരിന് വേണ്ടി ഓരോ കേസുകൾ പിടിച്ചാലായി. അതായി ഓപ്പറേഷൻ കുബേരയുടെ അവസ്ഥ. അതും സ്വാധീനമുള്ളവരുടെ കേസുകൾ വരുമ്പോൾ മാത്രം. UDF സർക്കാരിൻ്റെ കാലത്ത് ഓപ്പറേഷൻ കുബേര പ്രകാരം ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച കോഴിക്കോട് സ്വദേശി സർക്കാർ മാറിയതോടെ വീണ്ടും സജീവമായി രംഗത്ത് വന്നു. കഴിഞ്ഞ ജൂലൈയിൽ ബ്ലേഡ് മാഫിയയുടെ ഭീഷണി കാരണം ഈരാറ്റുപേട്ടയിൽ ദമ്പതികളായ വിഷ്ണുവും രശ്മിയും ജീവനൊടുക്കി. പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതോടെ ഓപ്പറേഷൻ കുബേരയുടെ പേരും രീതികളുമൊക്കെ പരിഷ്കരിക്കാൻ DGPയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചെങ്കിലും ഒന്നും സംഭവിച്ചില്ല. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടിയുമില്ല. ഇൻ്റലിജൻസ് വിഭാഗം ശേഖരിച്ച ബ്ലേഡുകാരുടെ വിശദാംശങ്ങൾ ആഭ്യന്തര വകുപ്പ് നിരീക്ഷിക്കുകയാണെന്നായിരുന്നു ഇടയ്ക്ക് കേട്ട വിശദീകരണം. ഓപ്പറേഷൻ കുബേര പുനരാരംഭിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല. ഇപ്പോഴും പലിശക്കാരുടെ ഭീഷണിയിൽ ജീവിക്കുന്ന 100 കണക്കിന് ആളുകളുണ്ട് കേരളത്തിൽ. പക്ഷേ പോലീസിൽ പരാതിപ്പെടാൻ പലരും തയ്യാറല്ല. അതുകൊണ്ട് ഫലമില്ല എന്നതാണ് കാരണം. പലിശക്കാരുടെ ഭീഷണി കൊണ്ട് ഇപ്പോഴും ജീവനൊടുക്കുന്നവരുണ്ട്. ഈ സർക്കാരിന് സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിക്കുന്ന ഇത്തരം കാര്യങ്ങളിൽ യാതൊരു താല്പര്യവുമില്ല. അതുകൊണ്ട് തന്നെ UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ ഓപ്പറേഷൻ കുബേര വീണ്ടും സജീവമാകും എന്നാണ് പലിശക്കെണിയിൽ കുരുങ്ങി ജീവിക്കുന്നവരുടെ പ്രതീക്ഷ.